preparation of ketones. First method, preparation of ketone from acid chloride. Acid chloride reacts with dialkyl cadmium compound in presence of dry ether to give ketone. Acid chlorides dialkyl cadmium compoundമായി ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ കീറ്റോൺ ഫോം ചെയ്യുന്നു. RCOCl അല്ലെങ്കിൽ R-COCl എന്നാണ് ആസിഡ് ക്ലോറൈഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആസിഡ് ക്ലോറൈഡും ഡൈ ആൽക്കൈൽ കാഡ്മിയം കോമ്പൗണ്ടും തമ്മിലുള്ള റിയാക്ഷൻ നമുക്ക് നോക്കാം. അതിന്റെ ഇക്വേഷൻ ഇതാണ്. 2 മോളിക്യൂള് R-COCl that is acid chloride plus R2CD dialkyl cadmium compound in presence of dry ether gives 2R-COR. R-COCl ക്ലോറിന് പകരം ഡൈ ആൽക്കൈൽ കോമ്പൗണ്ടിൽ നിന്ന് ഡൈആൽക്കൈൽ കാഡ്മിയം കോമ്പൗണ്ടിൽ നിന്ന് ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈ പ്രൊഡക്റ്റ് കാഡ്മിയം ക്ലോറൈഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. 2 മോളിക്യൂള് CH3COCl പ്ലസ് CH3 twice CD in presence of dry ether gives 2 molecules CH3COCH3 plus cadmium chloride. Acid chlorides dialkyl cadmium കോമ്പൗണ്ടുമായി റിയാക്ട് ചെയ്യുമ്പോൾ കീറ്റോൺ ഫോം ചെയ്യുന്നു. Preparation of ketones from nitriles. സയനൈഡ്സിനെയാണ് നൈട്രൈൽസ് എന്ന് പറയുന്നത്. നൈട്രൈൽസ് റിയാക്ട് വിത്ത് Grignard reagent to give an addition product which on hydrolysis gives a ketone. Nitriles Grignard reagentുമായി റിയാക്ട് ചെയ്ത് ഒരു അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ അഡീഷൻ പ്രോഡക്റ്റ് ഹൈഡ്രോളിസിന് വിധേയമാകുമ്പോൾ കീറ്റോണ് കിട്ടുന്നു. ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നോക്കാം. CH3C ട്രിപ്പിൾ ബോണ്ട് N ഒരു നൈട്രൈൽ ആണ്. ഈ നൈട്രൈല് C6H5MgBr എന്ന ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ഈതറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് CN എന്നതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം നൈട്രജൻ ആണ്. അതുകൊണ്ട് ഈ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യുന്നത് നൈട്രജൻ ആയിരിക്കും. കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും നൈട്രജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടാവുക. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിലെ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പും MgBr എന്ന പാർട്ടായിരിക്കും പോസിറ്റീവ് പാർട്ട്. അപ്പോൾ ഈ ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് കാർബണിലും MgBr എന്ന പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് നൈട്രജനിലുമായിരിക്കും. ഗ്രിഗ്നാർഡ് റിയേജന്റിലെ ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് CN-ലെ കാർബണിലും MgBr എന്ന പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് നൈട്രജനിലുമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3C6H5 ഡബിൾ ബോണ്ട് NMgBr ആയിരിക്കും. C6H5 കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നു,
MgBr എന്ന പാർട്ട് നൈട്രജനിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ കാർബണും നൈട്രജനും തമ്മിലുള്ള ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ കാർബണിൽ C6H5 എന്ന പാർട്ടും നൈട്രജനിൽ MgBr എന്ന പാർട്ടും അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റ് CS3 C6H5 ഡബിൾ ബോണ്ട് NMgBr ആയിരിക്കും. ഈ അഡീഷൻ പ്രോഡക്റ്റിന് ഹൈഡ്രോളിസിസ് നടന്നാൽ കീറ്റോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന കീറ്റോണ് CS3 CO C6H5. ബൈ പ്രൊഡക്റ്റ് അമോണിയയും മാഗ്നീഷ്യം ബ്രോമൈഡും ആയിരിക്കും. അപ്പൊ ഇവിടെ CS3 C6H5 ഡബിൾ ബോണ്ട് എന്ന ഭാഗത്ത് ഓക്സിജൻ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന കീറ്റോണ് CS3 CO C6H5. അമോണിയയും MgBrമായിരിക്കും ബൈ പ്രൊഡക്റ്റ്. ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ഫ്രം നൈട്രൈൽസ് ഫ്രം ബെൻസീൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ബെൻസീനിൽ നിന്ന് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ നിന്ന് ആസിഡ് ക്ലോറൈഡ് യൂസ് ചെയ്ത് കീറ്റോൺ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫ്രീഡൽ ക്രാബ്സ് അസൈലേഷൻ. ഫ്രീഡൽ ക്രാബ്സ് ആൽക്കൈലേഷനും അസൈലേഷനും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഫ്രീഡൽ ക്രാബ്സ് അസൈലേഷൻ ഒരു എക്സാമ്പിൾ ആണ് ബെൻസീൻ പ്ലസ് CS3COCl, that is acetyl chloride, in presence of anhydrous AlCl3 gives acetophenone C6H5COCH3 plus HCl. ബെൻസീന് അസറ്റൈൽ ക്ലോറൈഡുമായി അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റോഫീനോൺ ഫോം ചെയ്യുന്നു. ഇവിടെ അസറ്റൈൽ ഗ്രൂപ്പ് ബെൻസീൻ റിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. COCH3 എന്ന ഗ്രൂപ്പിനെയാണ് അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബെൻസീൻ അസറ്റൈൽ ക്ലോറൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ അസറ്റോഫീനോൺ എന്ന കീറ്റോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡിലെയും കീറ്റോണിലെയും കാർബോണിൽ ഗ്രൂപ്പ് പോളാറാണ്. C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പ് പോളാറാണ്. ഓക്സിജന് കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് കാർബണും ഓക്സിജനും തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിനെ ഓക്സിജനാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്സിജന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബണ് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ആണ് ഉണ്ടാകുന്നത്. ഈ പോളാർ നേച്ചർ ആയതുകൊണ്ട്, അതായത് പോളാർ കാർബോണിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയതുകൊണ്ട് ആൽഡിഹൈഡിനും കീറ്റോണിനും ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. അതേപോലെ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ബോയിലിംഗ് പോയിന്റ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബണിനേക്കാളും കൂടുതലായിരിക്കും. ബട്ട് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് is less than that of corresponding alcohols and carboxylic acid. ആൽക്കഹോളിന്റെയും കാർബോക്സിലിക് ആസിഡിന്റെയും ബോയിലിംഗ് പോയിന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ആൽക്കഹോളിലും കാർബോക്സിലിക് ആസിഡിലും ഉള്ള അത്ര ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൽഡിഹൈഡിലും കീറ്റോണിലും ഇല്ല. അതുകൊണ്ടാണ് ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിന്റെയും കാർബോക്സിലിക് ആസിഡിന്റെയും ബോയിലിംഗ് പോയിന്റിനേക്കാൾ കുറയാൻ കാരണം.
മറ്റൊരു പ്രോപ്പർട്ടി അതിൻ്റെ സോലിബിലിറ്റി. ലോവർ ആൽഡിഹൈഡും കീറ്റോൺസും വാട്ടറിൽ സോലിബിൾ ആണ്. വാട്ടറിൽ സോലിബിൾ ആവാൻ കാരണം വാട്ടറുമായി ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്തോറും വാട്ടറിലുള്ള സോലിബിലിറ്റി കുറയുന്നു. ആൽഡിഹൈഡിലും കീറ്റോണിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്തോറും അതിൻ്റെ വാട്ടറിലുള്ള സോലിബിലിറ്റി കുറയുന്നു. അതായത് ലോവർ ആൽഡിഹൈഡും കീറ്റോൺസുമാണ് വാട്ടറിൽ കൂടുതൽ സോലിബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഫസ്റ്റ് ടോപ്പിക് ഈസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ. ആൽഡിഹൈഡിലെയും കീറ്റോണിലെയും കാർബോണിൽ ഗ്രൂപ്പ് പോളാറാണ്. ഓക്സിജന് കാർബണിനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺ പെയറിന് ഓക്സിജനാണ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും കാർബണ് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അതായത് കാർബോണിൽ കാർബൺ ഇലക്ട്രോഫൈലാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ കാർബോണിൽ കാർബണിലായിരിക്കും. കാർബോണിൽ കാർബൺ ഇലക്ട്രോഫൈൽ ആണ്. അതുകൊണ്ട് വരുന്ന ന്യൂക്ലിയോഫൈല് അറ്റാച്ച് ചെയ്യുന്നത് കാർബൺ ആറ്റത്തിലായിരിക്കും. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഡിഹൈഡ് ആണ് കീറ്റോണിനേക്കാളും മോർ റിയാക്റ്റീവ്. Aldehydes are more reactive than ketones. This is due to two reasons. First one is steric effect and second one is electronic reason. കീറ്റോണില് 2 R ഗ്രൂപ്പ് പ്രസന്റ് ആണ് കാർബോണിൽ കാർബണിൽ. ഈ 2 ബൾക്കിയർ ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് പ്രസന്റ് ആവുമ്പോൾ ന്യൂക്ലിയോഫൈലിന് അത്ര ഈസി ആയിട്ട് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ബൾക്കിയർ ആയിട്ടുള്ള ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് ന്യൂക്ലിയോഫൈൽ വരുന്നതിനെ തടസ്സപ്പെടുത്തും, ഹിൻഡർ ചെയ്യുന്നു. ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് സ്റ്റെറിക് ഹിൻഡ്രൻസ്. ആൽഡിഹൈഡില് ഒരു ആർ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. കീറ്റോണിലേക്കാളും സ്റ്റെറിക് ഹിൻഡ്രൻസ് ആൽഡിഹൈഡില് കുറവായിരിക്കും. അതുകൊണ്ട് ആൽഡിഹൈഡിലായിരിക്കും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കീറ്റോണിലുള്ളതിനേക്കാളും ഈസി ആയിട്ട് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ നോക്കാം. കീറ്റോണില് 2 ആർ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. ആൽഡിഹൈഡില് ഒരു ആർ ഗ്രൂപ്പ് മാത്രമാണ് ഉള്ളത്. ഈ ആർ ഗ്രൂപ്പ് എല്ലാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, അതായത് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. 2 ആർ ഗ്രൂപ്പ് കീറ്റോണിൽ പ്രസന്റ് ആയതുകൊണ്ട് കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി കുറയും. ഈ ആർ ഗ്രൂപ്പ് കാർബണിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും, അതായത് കാർബോണിൽ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി കുറയും. ആൽഡിഹൈഡിലാണെങ്കിൽ ഒരു ആർ ഗ്രൂപ്പ് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. കീറ്റോണിലുള്ള കാർബോണിൽ കാർബണേക്കാളും ഇലക്ട്രോഫിലിസിറ്റി കൂടുതലായിരിക്കും ആൽഡിഹൈഡിലെ കാർബോണിൽ കാർബൺ. അതുകൊണ്ട് ആൽഡിഹൈഡ് ആയിരിക്കും കീറ്റോണിനേക്കാളും മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. ആൽഡിഹൈഡിന് കീറ്റോണിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കുറച്ച് അഡീഷൻ റിയാക്ഷൻസ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് HCN. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ആൽഡിഹൈഡ്, ഫോർ എക്സാമ്പിൾ CH3CHO, അസറ്റാൽഡിഹൈഡ് പ്ലസ് HCN. അസറ്റാൽഡിഹൈഡിലേക്ക് ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുന്നു.
ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ സയനൈഡില് CN അറ്റാച്ച് ചെയ്യുന്നത് കാർബണിലായിരിക്കും. CN അറ്റാച്ച് ചെയ്യുന്നത് കാർബണിലായിരിക്കും. ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നത് ഓക്സിജൻ ആറ്റത്തിലായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CH CnOH. അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. HCnലുള്ള CN അറ്റാച്ച് ചെയ്യുന്നത് കാർബൺ ആറ്റത്തിലും ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യുന്നത് ഓക്സിജൻ ആറ്റത്തിലുമായിരിക്കും. കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് സയനോഹൈഡ്രിൻസ് എന്നാണ്. അസറ്റാൽഡിഹൈഡും HCnഉം കൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ. ഇനി കീറ്റോൺ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. CH3 COCH3 അസറ്റോണ് പ്ലസ് HCn gives CH3 CnOH CH3. CN കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നു, ഹൈഡ്രജൻ ഓക്സിജനിൽ അറ്റാച്ച് ചെയ്യുന്നു. കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് അസറ്റോൺ സയനോഹൈഡ്രിൻ എന്നായിരിക്കും. ആൽഡിഹൈഡും കീറ്റോണും ഹൈഡ്രജൻ സയനൈഡുമായി റിയാക്ട് ചെയ്ത് സയനോഹൈഡ്രിൻസ് ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇത് നമ്മൾ ആൽക്കഹോൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫോർമാൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത മറ്റു ആൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായി റിയാക്ട് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ ഫോം ചെയ്യുന്നു. കീറ്റോൺസ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ ടെർഷ്യറി ആൽക്കഹോൾ ആണ് ഫോം ചെയ്യുന്നത്. നമുക്കതിന്റെ ഇക്വേഷൻസ് നോക്കാം. ഫോർമാൽഡിഹൈഡ് HCHO പ്ലസ് CH3MgBr ആൽക്കൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഒരു അഡീഷൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ഈ അഡീഷൻ പ്രോഡക്റ്റ് ഹൈഡ്രോളിസിസ് നടന്ന് പ്രൈമറി ആൽക്കഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്നു. HCHO പ്ലസ് CH3MgBr gives CH3 CH2OMgBr. This on hydrolysis gives CH3 CH2OH plus MgOH ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിലെ ആൽക്കൈൽ ഗ്രൂപ്പ് ദാറ്റ് ഈസ് CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത് കാർബണിലായിരിക്കും. MgBr എന്ന പാർട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഓക്സിജൻ ആറ്റത്തിലായിരിക്കും. അങ്ങനെ കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റ് ആണ് CH3 CH2OMgBr എന്നുള്ളത്. ഇതിന് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ ഓക്സിജനിൽ ഹൈഡ്രജൻ ആഡ് ചെയ്യും. അപ്പൊ അത് CH3 CH2OH ആയിട്ട് മാറും. OH അറ്റാച്ച് ചെയ്യുന്നത് MgBrന്റെ കൂടെ ആയിരിക്കും. അപ്പൊ ബൈ പ്രൊഡക്റ്റ് MgOH-Br. ഇനി ഹയർ ആൽഡിഹൈഡും ഗ്രിഗ്നാർഡ് റിയേജന്റും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. CH3CHO അസറ്റാൽഡിഹൈഡ് പ്ലസ് CH3MgBr. ആർ ഗ്രൂപ്പ് കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നു, MgBr എന്ന പാർട്ട് ഓക്സിജനിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന അഡീഷൻ പ്രോഡക്റ്റ് CH3 CH3OMgBr എന്നായിരിക്കും. ഇതിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 CHOH CH3
പ്ലസ് MgOH(Br). ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായി റിയാക്ട് ചെയ്താൽ പ്രൈമറി ആൽക്കഹോൾ ഫോം ചെയ്യുന്നു. ഹയർ ആൽഡിഹൈഡ്സ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്താൽ സെക്കൻഡറി ആൽക്കഹോൾ ഫോം ചെയ്യും. ഇനി ഒരു കീറ്റോണും ഗ്രിഗ്നാർഡ് റിയേജന്റും തമ്മിലുള്ള റിയാക്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ CH3COCH3 പ്ലസ് CH3MgBr gives CH3OMgBr, which on hydrolysis gives CH3OH plus MgOH(Br). ഈ CH3 എന്ന ഗ്രൂപ്പ് കാർബോണിൽ കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നു. MgBr എന്ന പാർട്ട് ഓക്സിജനിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് CH3OMgBr. ഇതിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് ടെർഷ്യറി ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് CH3COH പ്ലസ് MgOH(Br). ആൽഡിഹൈഡ്സും കീറ്റോൺസും സോഡിയം ബൈസൾഫൈറ്റുമായി റിയാക്ട് ചെയ്ത് ഒരു ബൈസൾഫൈറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഈ ബൈസൾഫൈറ്റ് കോമ്പൗണ്ടിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്താൽ ആൽഡിഹൈഡും കീറ്റോണും റീജനറേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോക്കാം. CH3CHO ഒരു ആൽഡിഹൈഡ്, അതിലേക്ക് സോഡിയം ബൈസൾഫൈറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH3CHOHSO3Na. അതായത് NaHSO3യിലെ SO3Na എന്ന പാർട്ട് കാർബോണിൽ കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നു. ഇതിൽ ഹൈഡ്രജൻ ആണ് ഓക്സിജനിൽ അറ്റാച്ച് ചെയ്യുന്നത്. NaHSO3യിലെ SO3Na എന്ന പാർട്ട് കാർബോണിൽ കാർബണിലും ഹൈഡ്രജൻ ഓക്സിജനിലും അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇടുന്ന പ്രോഡക്റ്റ് CH3CHOHSO3Na. അതായത് അസറ്റാൽഡിഹൈഡ് സോഡിയം ബൈസൾഫേറ്റ്. ഈ കോമ്പൗണ്ടിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റാൽഡിഹൈഡ് തന്നെ തിരികെ ലഭിക്കും. ഇവിടെ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്ന് അസറ്റാൽഡിഹൈഡ് തന്നെ ഫോം ചെയ്യുന്നു. ഇനി ഒരു കീറ്റോൺ, ഫോർ എക്സാമ്പിൾ അസറ്റോൺ CH3COCH3 പ്ലസ് NaHSO3 gives CH3COHCH3SO3Na. ആൽഡിഹൈഡിൽ പറഞ്ഞ പോലെ തന്നെ SO3Na എന്ന പാർട്ട് കാർബണിലും ഹൈഡ്രജൻ ഓക്സിജനിലും അറ്റാച്ച് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അസറ്റോൺ സോഡിയം ബൈസൾഫൈറ്റ് ആയിരിക്കും. ഇതിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്താൽ പ്രോട്ടോൺ ട്രാൻസ്ഫർ നടന്ന് കീറ്റോൺ തന്നെ റീജനറേറ്റ് ചെയ്യുന്നു.